ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിക്കാൻ പോകുന്നത് ജിഞ്ചർ കുക്കീസ് ആണ്. ഇതൊരു കാർട്ടൂൺ ക്യാരക്ടർ ഇൻസ്പയർഡ് ആണ് ജിഞ്ചർ കുക്കീസ്. സോ അതിൻ്റെ സ്റ്റോറി ഞാൻ അവസാനം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ അതപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും നോക്കാം. ആദ്യമായിട്ട് ഒരു അര കപ്പും ബട്ടർ എടുക്കണം. ഇത് റൂം ടെമ്പറേച്ചറിൽ എടുത്തേക്കുന്ന ബട്ടറാണ്. സോഫ്റ്റ് ആയിട്ടിരിക്കണം. നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് അര കപ്പ് ബ്രൗൺ ഷുഗറാണ് എടുത്തേക്കുന്നത്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് തേൻ ഉപയോഗിക്കാം. പിന്നീട് ശർക്കര. ഇത് രണ്ടും പൊടിയായിട്ടാണ് എടുത്തേക്കുന്നത്. നല്ലതായിട്ട് മിക്സ് ചെയ്തതാണ്. ബട്ടറിൻ്റെ കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഞാൻ ഇച്ചിരി ഒരു പിഞ്ച് ഓറഞ്ചിൻ്റെ തൊലി ആണ് ഇടുന്നത്. പിന്നീട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ വെറ്റ് മിക്സ് റെഡിയാണ്. ഇപ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ഇടാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇതിൽ 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നീട് 1 കപ്പ് ഗോതമ്പ് പൊടിയും അതിൽ 1/4 ടീസ്പൂൺ ജിഞ്ചർ പൊടിയും സിന്നമൺ ക്ലോവ്സ് ആണ് എടുത്തേക്കുന്നത്. പിന്നീട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഇച്ചിരി ഉപ്പ്. സോ ഇതെല്ലാം ഇട്ടിട്ട് നല്ലതായിട്ട് ഇടഞ്ഞെടുക്കണം. നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ചൂടാക്കി തണുപ്പിച്ച് പാലൊഴിക്കണം. ഇച്ചിരി ലൈറ്റ് ചൂടിരിക്കണം പാലിന്. ഇതൊരു ആട്ടയുടെ പരുവത്തിൽ ആവുന്ന പോലെ നല്ലതായിട്ട് മാവ് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ കുഴച്ച മാവ് റെഡിയാണ്. നല്ലതായിട്ട് കുഴച്ചതിന് ശേഷം ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മൾ ഒരു മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കണം. ഈ സമയത്തുള്ളിൽ നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ഐസിങ് ആണ്. ഷുഗർ ഐസിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 2 എഗ് വൈറ്റ് ആണ് ആവശ്യം. സോ അപ്പോൾ റെഡ് എഗ് വൈറ്റിന് എടുത്ത് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എഗ് വൈറ്റ് മാത്രമാണ്. ആ 2 എഗ് വൈറ്റ് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഫ്ലഫി പോലെ വരും. പിന്നീട് നമ്മൾ ഒരു 2 കപ്പ് ഷുഗർ ഐസിങ് ഷുഗർ പൗഡറാണ് ഇടുന്നത്. നല്ലതായിട്ട് ഇട്ടിട്ട് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നീട് ഇതിലേക്ക് വാനില എസൻസ് ചേർക്കാൻ പോകും. ഇവിടെ ഒരു 1 ടീസ്പൂണാണ് വാനില എസൻസ് ചേർത്തേക്കുന്നത്. സോ നല്ലതായിട്ട് ചേർത്തതിന് ശേഷം ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ച മാവ് റെഡിയാണ്. ഇപ്പം നമ്മൾ പരത്താൻ വേണ്ടിയിട്ട് താഴെ ബട്ടർ പേപ്പറും പിന്നെ അതിൻ്റെ മുകളിലും ബട്ടർ പേപ്പർ വെക്കണം. ബിക്കോസ് അത് ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. സോ അതുകൊണ്ട് 2 ബട്ടർ പേപ്പറും താഴെ മുകളിലായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ പരത്തെടുക്കുക. ഒത്തിരി നൈസ് ആവല് പിന്നെ അതുപോലെ തിക്കും ആവല്. ഒരു മീഡിയം തിക്നെസ് വേണം നമ്മൾ ഡൗ കുഴച്ചെടുക്കുമ്പോൾ. നല്ലതായിട്ട് ഞാൻ പരത്തിയെടുത്തതിന് ശേഷം പിന്നീട് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇത് ഗൂഗിൾ സെർച്ചിൽ ജിഞ്ചർബ്രെഡ് ഹൗസ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഇതുപോലെ. അപ്പോൾ ഞാനിത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഇങ്ങനെ ഇത് വെച്ചിട്ടാണ് കുക്കി കട്ടിങ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ അതിൻ്റെ ഔട്ട്ലൈൻ നീറ്റായിട്ട് കട്ട് ചെയ്യുവാണ്. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇത് ജിഞ്ചർബ്രെഡ് കുക്കി കട്ടർ മാനാണ്. സോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കാം. സോ പല പീസസ് ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഞാൻ ബേക്ക് ചെയ്യാൻ പോകും. ഓൾറെഡി നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേക്കിംഗ് ടൈമിംഗ് വന്ന് 180 ഡിഗ്രി സെൻറ്റിഗ്രേഡ് 10 മിനിറ്റത്തേക്ക് മതി. സോ അടിപൊളി കുക്കീസാണ് റെഡി ആയിരിക്കുന്നത്. ഇതിങ്ങനെ വേണമെങ്കിൽ നമുക്കിങ്ങനെ കഴിക്കുകയും ചെയ്യാം. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇതിൽ കുറച്ചുകൂടി ഡെക്കറേഷനാണ് ചെയ്യാൻ പോകുന്നത്. സോ അത് നമുക്ക് കാണാം എങ്ങനെ ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പം ഓൾറെഡി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന ഐസിങ് ഷുഗർ ഉണ്ടല്ലോ അതൊന്നുകൂടെ ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഇത് ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കാൻ പോവാണ്. സോ അതിലേക്ക് ഒരു കുഞ്ഞു ഹോളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് ഓൾറെഡി ചെയ്ത വലിയ കുക്കീസാണ്. വലിയ വീടിൻ്റെ കുക്കി കട്ടർ മോഡലാണ് ചെയ്തേക്കുന്നത്. സോ അപ്പം അതിലേക്ക് ഇതുപോലെ നമ്മൾ ഇപ്പം പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിരിക്കുന്ന ഐസിങ് ഷുഗർ വന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം. ഇത് എളുപ്പം ഒട്ടത്തില്ല, കുറച്ച് സമയം പിടിക്കും. സോ ഇതുപോലെ ബാഗിൽ ഏതെങ്കിലും സപ്പോർട്ട് വെച്ചിട്ടാണ് നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത്. ഇത് നല്ലതായിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കണം.
അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ് എങ്കിലും എടുക്കും കുറച്ച് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഒന്നുകൂടെ നമ്മൾ സൈഡിലൊക്കെ ഒന്നുകൂടെ വെച്ചിട്ട് ഫിക്സ് ആവാൻ വേണ്ടി കുറച്ച് നേരം കൂടെ വെക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബേസ് വന്ന് ഫിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ റൂഫിംഗ് ആണ് വെക്കാൻ പോകുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് വെക്കാൻ കുറച്ച് പാടെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷുഗർ വന്ന് നല്ലതായിട്ട് മെൽറ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റൂഫിംഗായിട്ട് ചെയ്യാം. സോ ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഇത് ഇപ്പം നമ്മൾ ഓൾറെഡി ചെയ്തേക്കുന്ന കൊച്ചു വീട് കുക്കി കട്ടേഴ്സാണ്. ഓൾറെഡി അസംബിൾ ചെയ്തേക്കാണ്. ഇപ്പം നമ്മളത് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. വീട് പോലെ ചെയ്ത് വെച്ചേക്കണം ഐസിങ് ചെയ്തിട്ട്. ഇപ്പോൾ ഇതിന് വേണ്ടി ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. സെയിം അതിലോട്ട് കളേഴ്സ് ആഡ് ചെയ്യും. ജെൽ കളേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്, ഗ്രീനും റെഡും. ഇതിപ്പോൾ നമ്മുടെ ജിഞ്ചർ ബാൻ അതിലൊരു ഔട്ട്ലൈനൊക്കെ വരച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. സോ ഡിസൈൻ എല്ലാം ഔട്ട്ലൈൻ എല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾ ഉടനെ കുറച്ച് നേരം ഫ്രിഡ്ജ് വെക്കണം. അപ്പോഴേ അത് സെറ്റ് ആവത്തുള്ളൂ, നല്ല ഹാർഡായിട്ട് ഇരിക്കത്തുള്ളൂ. ഈ കുക്കീസ് എല്ലാം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിനു ശേഷം ഇപ്പം അതൊക്കെ ആ വീടും ജിഞ്ചർ ബ്രെഡ് എങ്ങനെ ആയിരിക്കും നമുക്ക് എല്ലാവർക്കും നോക്കാം. ജിഞ്ചർ ബ്രെഡ് മാൻ്റെ കഥയാണ്. ഒരു സ്ഥലത്ത് ഒരു മുത്തശ്ശിയും ഉണ്ടായിരുന്നു. ഒരു ദിവസം മുത്തശ്ശി വന്ന് ഭയങ്കരമായിട്ട് വിശക്കുമ്പോൾ ഇച്ചിരി കുക്കീസ് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ കുറച്ച് മാവൊക്കെ എടുത്ത് കുഴച്ചതിന് ശേഷം അതിൽ ഒരു മനുഷ്യൻ്റെ കൂട്ട് ഒരു കുക്കി ഉണ്ടാക്കാൻ വിചാരിച്ചു. അത് റെഡി ആയതിനു ശേഷം മുത്തശ്ശി വന്ന് ഭയങ്കരമായിട്ട് കഴിക്കാൻ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ കുക്കി വന്നിട്ട് ജീവൻ വന്ന് അയ്യോ എന്നെ കഴിക്കല്ലേ എന്ന് പറഞ്ഞ് ഓടിപ്പോവാൻ നോക്കി. അപ്പോൾ മുത്തശ്ശിയും വന്നിട്ട് ആ ജിഞ്ചർ ബ്രെഡിനെ പിടിക്കാൻ വേണ്ടി അവർ പുറകെ ഓടി. ആ ജിഞ്ചർ ബ്രെഡ് മാനിനെ കണ്ടിട്ട് കുറേ അവിടുത്തെ ആട്ടുകുട്ടികളും പിന്നെ അവരെല്ലാവരും വന്ന് കഴിക്കാൻ വന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം പറഞ്ഞു. അപ്പം ജിഞ്ചർ ബ്രെഡ് കുറച്ച് ദൂരെ പോയപ്പോഴത്തേക്ക് അവിടെ കുറേ വെള്ളം ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് പേടിച്ചു ജിഞ്ചർ ബ്രെഡ്. അയ്യോ ഞാൻ ഈ വെള്ളത്തിൽ മുങ്ങിപ്പോവല്ലോ എന്ന് വിചാരിച്ചു. ആ സമയത്ത് കുറുക്കനും ജിഞ്ചർ ബ്രെഡ് മാനിനെ കണ്ടിട്ട് എന്തൊരു നല്ല രുചിയായിരിക്കും, എനിക്ക് കഴിക്കാൻ തോന്നുന്നു പറയും. അപ്പം ജിഞ്ചർ ബ്രെഡ് മാൻ എടുത്ത് പോയിട്ട് എന്താ ജിഞ്ചർ ബ്രെഡ് മാൻ നീ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പം ജിഞ്ചർ ബ്രെഡ് മാൻ എന്നെ ഈ അക്കരെ എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പം കുറുക്കൻ പറഞ്ഞു ഞാൻ നിന്നെ സഹായിക്കാൻ പറഞ്ഞിട്ട് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയതിന് ശേഷം അക്കരെ ചെന്നതിന് ശേഷം ജിഞ്ചർ ബ്രെഡിനെ ഒന്ന് പൊക്കി വായി വെച്ച് കഴിച്ചു. അപ്പം ഈ കഥയും നമുക്ക് എന്തോ മനസ്സിലായി, ആരെയും ആദ്യമായി നമ്മൾ വിശ്വസിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കഥയും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.